ഹലോ നമസ്കാരം. എല്ലാ ദിവസവും എല്ലാ വീട്ടമ്മമാരുടെയും ചിന്തയായിരിക്കും രാവിലെ എന്താ ഉണ്ടാക്കുക, ഉച്ചക്ക് എന്താ ഉണ്ടാക്കുക. അതേപോലെ രാവിലെ എനിക്ക് ഭക്ഷണം ആയിട്ടോ, ചപ്പാത്തിയും കറി ഉണ്ടാക്കിയിട്ടോ. ഇനിയിപ്പോൾ ഉച്ചത്തേക്ക് എന്താന്നുള്ള ചിന്തയാണ്. അപ്പോൾ രാവിലെ കുട്ടീനെയൊക്കെ പറഞ്ഞേച്ചൊക്കെ പുറപ്പെട്ടൊക്കെ റെഡിയായി വന്ന് പിന്നെ ഞാൻ വിചാരിച്ചു ഇന്ന് ചെറുപയറും മത്തനും കൂടെ ഒരു കൂട്ടാൻ ഉണ്ടാക്കാണ്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ചെറുപയർ ഞാൻ എന്ത് ചെയ്യാണ്, കുതിർത്ത് വെച്ചു. അത് കുതിർത്ത് വെച്ചിട്ട് ഇനി എന്ത് ചെയ്യട്ടെ, അടുപ്പത്തേക്ക് കുക്കറിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കട്ടെ. അരി ഞാൻ എന്ത് ചെയ്തു, റൈസ് കുക്കറിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി കൂട്ടാൻ പണി. ഓക്കെ, അത് ഉപ്പേരിക്ക് ഇതേപോലെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, കാബേജ് കൊണ്ട് ഒരു ഉപ്പേരി അല്ലെങ്കിൽ തോരൻ. ഞങ്ങളുടെ ഭാഷയിൽ ഉപ്പേരി നാട്ടോ എല്ലാത്തിനും പറയാ ഉപ്പേരിയാണ് കേട്ടോ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഉപ്പേരിക്കൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. എല്ലാം റെഡിയാക്കി വെച്ചാൽ പിന്നെ വേഗം ഉണ്ടാക്കല്ലേ വേണ്ടു. അപ്പോൾ നമുക്ക് വേഗം ഒരു നാടൻ ചോറും കൂട്ടാനും ഉപ്പേരിയൊക്കെ വേഗം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു. കാബേജ് ഇതാ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു ഉപ്പേരി, പിന്നെ ഒരു പപ്പടം ഇത്ര മതി. ഇന്നത്തേക്കുള്ള റെഡി. ഒരു അരമണിക്കൂർ കൊണ്ട് നമുക്ക് വേഗം പാചകം ചെയ്തെടുക്കാം അല്ലേ. എന്ത് ചെയ്യട്ടെ, അടുപ്പത്തേക്ക് വെക്കട്ടെ കേട്ടോ. മത്തൻ വേഗം വേവുമല്ലോ, ചെറുപയറും മത്തനും കൂടിയാണല്ലോ വെക്കുന്നത്. ഞാനിങ്ങനെ വിചാരിക്കുക, എനിക്കിപ്പോ ചട്ടിയിലെ കൂട്ടാൻ ഭയങ്കര ഇഷ്ടാട്ടോ. പണ്ട് ഞങ്ങള് തീരെ ഉപയോഗിക്കാത്ത ഒരു സാധനമായിരുന്നു ചട്ടി. ഞങ്ങളെ വീട്ടിലോ അങ്ങനെയൊന്നും ഉപയോഗിക്കില്ല, എന്താ അറിയില്ല, ചട്ടി ഉപയോഗിക്കലില്ല. ഇപ്പൊ ഈ ചട്ടിയിൽ വെച്ച് നോക്കുമ്പോൾ എന്തൊരു ടേസ്റ്റാണെന്ന് അറിയോ. ചട്ടിയിൽ അടുപ്പത്ത് വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനി ഞാൻ വേഗത്തിൽ ഭക്ഷണം ആവാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഗ്യാസ് ഉപയോഗിക്കുന്നത്. ഇന്നലെ ഞങ്ങൾക്ക് ഗ്യാസ് കിട്ടി, പുതിയ കുറ്റി ഗ്യാസ് കിട്ടി. അപ്പോൾ ആ സന്തോഷത്തിലാണ് ഇന്ന് ഫുൾ ഗ്യാസിൽ ഭക്ഷണം ഉണ്ടാക്കാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇത് മത്തൻ ഇവിടെ കിടന്ന് വേവട്ടെ. അപ്പോൾ ചെറുപയർ വെന്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ഇട്ട് നമുക്ക് തേങ്ങയൊക്കെ അരച്ചിട്ട് കൂട്ടാൻ സെറ്റാക്കാം. എന്താ അറിയില്ല, ചട്ടീനോടുപ്പൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്ത് ടേസ്റ്റാണ് ചട്ടിയിൽ കൂട്ടാൻ വെക്കുമ്പോൾ. കൽച്ചട്ടി വെക്കുമായിരുന്നു കേട്ടോ ഞങ്ങൾ. കൽച്ചട്ടി ഇപ്പം എൻ്റെ അടുത്തില്ല. അങ്ങനെയാണ് ഇപ്പോൾ ഈ മൺചട്ടി. സൂപ്പർ ടേസ്റ്റാട്ടോ. ചോറൊക്കെ വെച്ചാൽ നല്ല രസമുണ്ട്. ഉപ്പേരി റെഡിയായി കേട്ടോ. ഉപ്പേരി റെഡിയായി. ഇനിയിപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. തേങ്ങ ചതച്ചൊന്നും ഇടുന്നില്ല, വെറുതെ തേങ്ങ മേലെ കൂടെ അങ്ങോട്ട് കൊടുത്തു കേട്ടോ. നമ്മുടെ ഉപ്പേരി അവിടെ റെഡിയായി. ഇനി കുറച്ചും കൂടെ കഴിഞ്ഞാൽ ചോറ് അരി വാർക്കാൻ പറ്റും കേട്ടോ. ഞാൻ കുളിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്തു, അരി അടുപ്പത്തിട്ടിട്ട് കുക്കറിലേക്ക് ഇറക്കി വെച്ച് പോയതാണ്. ഇനിയിപ്പം ഇതെല്ലാം കഴിയുമ്പോഴേക്ക് നമുക്ക് അരി വാർക്കാൻ പറ്റും. ഉപ്പേരി സെറ്റ്. അരി വാർക്കട്ടെ കേട്ടോ. അപ്പേക്ക് ചോറ് വന്നിട്ടുണ്ട്. ചോറ് വാർക്കണേ. മത്തനൊക്കെ നല്ലോണം വെന്തു കേട്ടോ. ഞാൻ ഇനി ഇതിലേക്ക് അരപ്പ് ആക്കട്ടെ. ഒന്നുമില്ല കേട്ടോ, വെറുതെ തേങ്ങയും മാത്രം അരച്ചതാണേ. മുളക് പൊടിയും ഇതൊക്കെ അതിലിട്ടിട്ടുണ്ടല്ലോ, ഒന്നും ഇട്ടിട്ടില്ല. കുറച്ച് കരുവേപ്പില ഇടാം. പിന്നെ ഒന്ന് വറവിടാം, വേണമെങ്കിൽ വറവിടാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ തൂകിയാലും മതി കേട്ടോ. സാധാരണ വെളിച്ചെണ്ണ തൂകാറാണ്. ഇന്നിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് വറവൊക്കെ ഇട്ട് നോക്കാം. ഇങ്ങനെ ഉണ്ട് നോക്കാമല്ലോ അല്ലേ. കടുകും മുളകും ഒക്കെ വറവ് ഇടുകയാണ് കേട്ടോ. നമ്മുടെ കൂട്ടാൻ റെഡി. മത്തനും ചെറുപയറും കൂട്ടാൻ. എനിക്കിതെല്ലാം ഇഷ്ടപ്പെട്ട കൂട്ടാൻ കേട്ടോ. നമ്മുടെ നാടൻ കൂട്ടാനല്ലേ, ഇതെല്ലാം എന്ത് ടേസ്റ്റാല്ലേ. എങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് സാമ്പാറിനെക്കാട്ടും അതിനെക്കാട്ടും കൂട്ടാൻ കേട്ടോ. നല്ല ടേസ്റ്റ് അല്ലേ.
പാത്രങ്ങളൊക്കെ കഴുകി വെക്കാം. കൂട്ടാനുമായി ഉപ്പേരി ഒഴിച്ച് വെച്ചു കേട്ടോ. ഇനിയിപ്പോൾ അത് അരി വാർത്തല്ലോ, ഇനി അരി അതിലേക്ക് തന്നെ വെക്കുകയാണ്. എന്നാൽ പിന്നെ മോൻ വൈകുന്നേരം വരുമ്പോഴേക്കും ചൂടോടെ നിൽക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുക്കറിലേക്ക് തന്നെ ഇറക്കി വെക്കും. അപ്പോൾ ഇവിടുത്തെ കഴിഞ്ഞു കേട്ടോ. ഇനി ഒരു പപ്പടം കാച്ചും. അപ്പോൾ നമ്മുടെ ഭക്ഷണമൊക്കെ റെഡിയായിട്ടോ. എല്ലാ ഭക്ഷണങ്ങളും റെഡിയായി. കൂട്ടാൻ, ഉപ്പേരി, പപ്പടം, ചോറ് റൈസ് കുക്കറിൽ ഇറക്കി വെച്ചതാണ്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, അടുക്കളയൊക്കെ ക്ലീൻ ആക്കി കണ്ടോ. അപ്പോൾ എല്ലാ പണികളും കഴിഞ്ഞു കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യട്ടെ. ഇനി ഊണ് കഴിക്കാൻ കുറേ സമയമില്ല. ഇപ്പോൾ സമയം 11 മണിയൊക്കെ ആവുന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ ഊണ് കഴിക്കണം എന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് 1:30 ആവില്ലേ. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുമല്ലോ. ഓക്കെ, ബൈ ബൈ, ടാറ്റാ, സീ യു.